നാവ് അതുകൊണ്ടുണ്ടാകുന്ന ഉപദ്രവം വളരെ ഗുരുതരമാണ്. നാവ് കൊണ്ടുണ്ടാകുന്ന അപകടം, പ്രയാസങ്ങൾ വളരെ ഗുരുതരമാണ്. വഖതറുഹു കബീർ, അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. വഹുവ സരീഉൽ ഹറക ഖഫീഫു അൽ ഹറക, നാവ് വളരെ വേഗതയിൽ സഞ്ചരിക്കും, വളരെ എളുപ്പത്തിൽ ചലിക്കും, പെട്ടെന്ന് ചലിക്കും. പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാകട്ടെ വളരെ വലുതായിരിക്കും. ചലനം വളരെ എളുപ്പമുള്ളതാണ്, പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാകട്ടെ വളരെ വലുതായിരിക്കും. ولهذا يقول صلى الله عليه وسلم, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, إن أحدكم لا يتكلم بالكلمة من رضوان الله ما يظن أن تبلغ ما بلغت فيكتب الله له بها رضوانه إلى يوم يلقاه. നിങ്ങളിൽ ഒരാൾ ചിലപ്പോൾ ഒരു വാക്ക് സംസാരിക്കും, അള്ളാഹുവിന് തൃപ്തികരമായ വാക്കുകളിൽപ്പെട്ട ഒരു വാക്കായിരിക്കും അത്, ഒരൊറ്റ വാക്ക്. മാ യظن أن تبلغ ما بلغت, ആ വാക്ക് അത് സൃഷ്ടിച്ചുണ്ടാക്കിയ അതുകൊണ്ടുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് അവൻ ചിന്തിച്ചിട്ടേ ഉണ്ടായിരിക്കുകയില്ല. അതെവിടെയെല്ലാം എത്തി, ആർക്കെല്ലാം അത് സ്വാധീനമുണ്ടാക്കി, അവനത് അറിഞ്ഞിട്ടില്ല. ഫയക്തുബുല്ലാഹു ലഹു ബിഹാ റിദ്വാനഹു ഇലാ യൗമി യൽഖാഹ്, അള്ളാഹു ആ ഒരൊറ്റ വാക്കുകൊണ്ട് അള്ളാഹുവിനെ അവൻ കണ്ടുമുട്ടുന്നത് വരേക്കും അള്ളാഹുവിന്റെ തൃപ്തി അവന് രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഒരു വാക്ക്, ഒറ്റ വാക്ക് സംസാരിച്ചു, അതുകൊണ്ട് എന്താണ് അവന് ലഭിക്കുന്ന പ്രതിഫലം എന്ന് അവൻ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. ആ വാക്കുകൊണ്ട് ജനങ്ങൾക്ക് ആർക്കെല്ലാം ഇത് മാറ്റമുണ്ടാക്കും, അവനത് ചിന്തിച്ചിട്ടില്ല. അവൻ ഒരാളോട് പറഞ്ഞ വാക്കായിരിക്കാം, പക്ഷേ ചിലപ്പോൾ അത് സൃഷ്ടിച്ച് അതുകൊണ്ടുണ്ടായ മാറ്റം വളരെ വലുതായിരിക്കും. അള്ളാഹു ചിലപ്പോൾ അവനെ കണ്ടുമുട്ടുന്നത് വരെ, റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ അവൻ അതിന് പ്രതിഫലം രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നിങ്ങളിൽ ഒരാൾ ചിലപ്പോൾ അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന ഒരു വാക്ക് സംസാരിക്കും. ആ വാക്ക് ഇത്ര വലിയ അപകടമുണ്ടാക്കുമെന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരിക്കുകയില്ല. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരേക്കും അവന്റെ കോപം അവനുമേൽ രേഖപ്പെടുത്താൻ ആ ഒരൊറ്റ വാക്ക് കാരണമായിട്ടുണ്ടായിരിക്കും. ഒറ്റ വാക്ക്. നമ്മുടെ നാവ് കൊണ്ട് ചിലപ്പോൾ അന്ത്യനാൾ വരേക്കും പ്രതിഫലം ലഭിക്കുന്ന നന്മയും നമുക്ക് ചെയ്യാം. ഒരു ബുദ്ധിമുട്ടില്ല, ഒരു വേർക്കുന്ന പ്രശ്നം പോലുമില്ല, ക്ഷീണിക്കുക പോലുമില്ല. ഒരു ചെറിയ വാക്കാണ്. അതുകൊണ്ട് വേണമെങ്കിൽ അള്ളാഹുവിന്റെ കോപം ലഭിക്കാൻ കാരണമാകുന്ന വളരെ അപകടകരമായ സംസാരങ്ങളും നമുക്ക് സംസാരിക്കാൻ കഴിയും. മറ്റൊരു ഹദീസിൽ ഇങ്ങനെയുണ്ട്, ഇന്നൽ അബ്ദ ല യതകല്ലം ബിൽ കലിമ മാ യതബയ്യനു ഫീഹാ, ഒരു മനുഷ്യൻ ചിലപ്പോൾ ഒരു വാക്ക് സംസാരിക്കും, അവൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. അവൻ ആ പറയുന്ന വാക്കിന് പിന്നിലുള്ള അർത്ഥങ്ങൾ, അതിന്റെ ഗൗരവം എന്താണ് എന്ന് അവൻ ആലോചിച്ചിട്ടില്ല. യസില്ലു ബിഹാ ഫിന്നാരി അബ്അദ മിമ്മാ ബൈനൽ മശ്രിഖ്, ആ ഒരൊറ്റ വാക്കുകൊണ്ട് കിഴക്കിനും പടിഞ്ഞാറിനും ഇടയിലുള്ളതിനേക്കാൾ ദൂരം, അതിനേക്കാൾ ആഴത്തിൽ അവൻ നരകത്തിലേക്ക് പതിക്കുന്നതാണ്. ഒരൊറ്റ വാക്കുകൊണ്ട്, ഒരു വാക്കുകൊണ്ട് അവൻ കിഴക്കിനും പടിഞ്ഞാറിനും ഇടയിലുള്ള ദൂരം അത്രയധികം ആഴത്തിലേക്ക്, എത്ര ദൂരമുണ്ടായിരിക്കും സുബ്ഹാനല്ലാഹ്. നരകം അതിന്റെ അടിത്തട്ടിലേക്ക് പോകുന്നതിനനുസരിച്ച് അതിന്റെ ശിക്ഷ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അത്രയധികം ആഴത്തിലേക്ക് അവൻ വീണുപോകാൻ അവൻ ശ്രദ്ധിക്കാതെ പറഞ്ഞ ഒരു വാക്ക് കാരണമായി തീരും. അദ്ദേഹം പറയുന്നു, വല്ലാഹു യഖൂലു ജല്ല വഅല, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, മാ യൽഫദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, നിങ്ങളിൽ ഒരാളും മാ യൽഫദു, അവൻ ഉച്ചരിക്കുന്നില്ല, മിൻ ഖൗലിൻ, ഒരു വാക്കും ഉച്ചരിക്കുന്നില്ല, ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, അവന്റെ അരികിൽ അവനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, അവൻ എന്തൊരു വാക്കു പറഞ്ഞാലും, നന്മ പറഞ്ഞാൽ അത് രേഖപ്പെടുത്താൻ, തിന്മ പറഞ്ഞാൽ അത് രേഖപ്പെടുത്താൻ തയ്യാറായിരിക്കുന്ന മലക്ക് അവന്റെ അടുത്തില്ലാതെ നിങ്ങളിൽ ഒരാളും ഒരു വാക്കും സംസാരിക്കുന്നില്ല. സംസാരിക്കുന്നത് മലക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. وقد أوصى النبي صلى الله عليه وسلم بعض الصحابة, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബിമാരിൽ ചിലരോട് പറഞ്ഞിട്ടുണ്ട്, لا يزال لسانك رطبا من ذكر الله, നിന്റെ നാവ് നീ എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ട് നനവുള്ളതാക്കുക. അള്ളാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ട് എപ്പോഴും നാവ് നനച്ചുകൊണ്ടിരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവിടുത്തെ അരികിൽ വന്ന് ഒരിക്കൽ ഒരു സഹാബി പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇന്ന ശറാഇഅൽ ഇസ്ലാമി ഖദ് കസുറത്, അള്ളാഹുവിന്റെ റസൂലെ, ഇസ്ലാമിലെ മതനിയമങ്ങൾ ധാരാളമുണ്ട്, സുന്നത്തായ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇവയെല്ലാം എനിക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എന്നോട് അങ്ങ് ഒരു കാര്യം കൽപ്പിച്ചാലും ഞാൻ അത് മുറുകെ പിടിച്ചുകൊള്ളാം. ഒറ്റ കാര്യം, എനിക്ക് വിജയിക്കാൻ ആവശ്യമായ ഒരു കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്, നിന്റെ നാവ് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ട് നീ നനച്ചുകൊണ്ടിരിക്കുക. നാവ് കൊണ്ട് ലഭിക്കുന്ന പ്രതിഫലമാണത്. കടയിലിരിക്കുകയാണ്, വെറുതെ ഇരിക്കുകയാണ്, ഒരാളും വന്നിട്ടില്ല,
ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക. അത് നിങ്ങളുടെ കച്ചവടത്തിലുള്ള ബറക്കത്ത് അധികരിപ്പിക്കുന്നതാണ്. ദിക്റിന്റെ ശ്രേഷ്ഠതകൾ അതിന് മാത്രമുണ്ട്, വേറെ തന്നെ പറയേണ്ടതാണ്. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലിമുആദ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ഇസ്ലാമിനെ കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ഇസ്ലാമിന്റെ മേന്മകൾ, അതിലുള്ള പല വിധിവിലക്കുകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവസാനം അവിടുന്ന് പറഞ്ഞു, അലാ ഉഖ്ബിറുക ബിമലാകി ദാലിക കുല്ലിഹ്, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിനക്ക് ഉടമപ്പെടുത്താൻ, ഈ പറഞ്ഞ എല്ലാ നന്മകളും നിനക്ക് നേടിയെടുക്കാൻ നിന്നെ സഹായിക്കുന്ന ഒരു വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? ഇസ്ലാമിലെ പല ഇബാദത്തുകൾ പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തന്നാൽ. ഇസ്ലാമിന്റെ എല്ലാ നന്മകളെയും എനിക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖദ ബിലിസാനിഹി, അവിടുന്ന് തന്റെ നാവ് അത് തന്റെ കൈ കൊണ്ട് പിടിച്ചു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, കുഫ്ഫ അലൈക ഹാദാ, ഇത് നീ പിടിച്ചു വെക്കുക. സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ, കുഫ്ഫ അലൈക ഹാദാ, നാവ് നീ പിടിച്ചു വെക്കുക. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, യാ നബിയല്ലാഹ് വ ഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലം ബിഹി, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ സംസാരിക്കുന്നത് കൊണ്ട് അല്ലാഹു ഞങ്ങളെ ശിക്ഷിക്കുമോ? അതല്ലെങ്കിൽ അതിന്റെ പേരിൽ ഞങ്ങൾ അല്ലാഹുവിന്റെ അരികിൽ പിടികൂടുമോ? അവൻ ഞങ്ങളെ ശിക്ഷിക്കുന്നതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സകിലത്ക ഉമ്മുക യാ മുആദ്, മുആദ് നിനക്ക് നാശം, നീ കാര്യം തിരിച്ചറിയുന്നില്ലേ? വഹൽ യകുബ്ബു الناس في النار على وجوههم او على مناخرهم الا حصائد السنتهم, മനുഷ്യർ തങ്ങളുടെ നാവുകൾ കൊണ്ട് നേടിപ്പിടിക്കുന്നത് കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് അവർ നരകങ്ങളിൽ മുഖം കുത്തി വീഴുന്നത്? നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന കാര്യങ്ങൾ, നാവ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ, അതുകൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് മനുഷ്യർ നരകത്തിൽ മുഖം കുത്തി വീഴുന്നത്? നാവിന്റെ അപകടം നോക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, ഞാൻ സംസാരിച്ച സന്ദർഭങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഖേദമുണ്ടാകാറുണ്ട്, പക്ഷെ ഞാൻ മിണ്ടാതിരുന്ന സന്ദർഭങ്ങൾ ആലോചിച്ച് ഞാൻ ഖേദിച്ചിട്ടില്ല. നമ്മളുടെ കാര്യത്തിൽ എത്ര ശരിയാണ്. നമ്മൾ പലരും ഖേദിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം, ചിന്തിക്കാത്തതുകൊണ്ട്. പറഞ്ഞു വെച്ച വാക്കുകളെ കുറിച്ച്